പതിറ്റാണ്ടുകൾ കാത്തിരുന്ന തൃശൂർ വരന്തരപ്പള്ളിക്കാർക്ക് കച്ചേരിക്കടവിൽ ഒരു പാലം കിട്ടി. ഒന്നും രണ്ടുമല്ല, ചെലവ് 5 കോടിയാണ്. പക്ഷേ ആശ്വസിക്കാൻ വകയില്ല. അതിന് കാരണമുണ്ട്. പാലത്തിലേക്ക് നല്ലൊരു അപ്രോച്ച് റോഡില്ല. പാലത്തിലെത്തിയിട്ട് വേണമല്ലോ പാലം കടക്കാൻ. അപ്പോൾ അതില്ല. അതാണ് വലിയ പ്രശ്നം. 6 വർഷമായിട്ടുള്ള അവഗണനയുടെ ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ഭരണാനുമതി നൽകിയ പാലം 19 വർഷങ്ങൾക്കിപ്പുറം പാലം യാഥാർത്ഥ്യമായെങ്കിലും ഇന്നും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കുപ്പിക്കഴുത്ത് പോലുള്ള റോഡ് ഒരു നാടിന് ദുരിതയാത്ര സമ്മാനിക്കുന്നത്. പാലത്തിനായി പതിറ്റാണ്ടോളം കാത്തിരുന്ന നാട്ടുകാർ ഇപ്പോൾ അപ്രോച്ച് റോഡ് വികസനത്തിന് വേണ്ടിയും കാത്തിരിക്കുകയാണ്. 2017 5 കോടി രൂപ ചിലവിൽ കുറുമാലിപ്പുഴയ്ക്ക് കുറുകെയുള്ള വരന്തരപ്പള്ളിക്കടുത്തെ കച്ചേരിക്കടവ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. പാലം വേണമെന്നത് നാട്ടുകാരുടെ ദീർഘകാലമായ ആവശ്യമായിരുന്നു. എന്നാൽ പാലം പൂർത്തിയായതോടെ റോഡില്ലാ പാലം എന്ന പേരും ലഭിച്ചു. പാലം നിർമ്മിച്ച 7 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായും അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായില്ല. കുണ്ടും കുഴിയും താണ്ടി വേണം പാലത്തിലെത്താൻ. ജീവൻ പണയം വെക്കേണ്ട സ്ഥിതിയാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഈ 19 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വികസനമാണ് ഈ പാലം പൂർത്തിയായിട്ട് 5 വർഷം കിടന്നു അപ്രോച്ച് റോഡ് ഇത്രയെങ്കിലും ചെയ്യാൻ. എന്നാൽ ഇത്ര ചെയ്തു. 19 വർഷം കൊണ്ട് ഉണ്ടാക്കിയ റോഡാണ് ഇവിടെ വരെ. ഇവിടുന്ന് പൗണ്ടിൻ്റെ അവിടേക്ക് ഏകദേശം 700 മീറ്ററുള്ളൂ ഈ വരന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ വികസനം. ഇതൊന്ന് പൂർത്തീകരിക്കാൻ 700 മീറ്റർ റോഡ് പൂർത്തീകരിക്കാൻ ഇവരെന്താ എഫർട്ട് എടുക്കാത്തത്? കച്ചേരിക്കടവ് മുതൽ പൗണ്ട് മുപ്ലിയം വരെ 700 മീറ്റർ ദൂരമാണ് വികസിപ്പിക്കേണ്ടത്. അപ്രോച്ച് റോഡിനായി സ്ഥലം വിട്ടു നൽകാൻ നാട്ടുകാർ തയ്യാറാണ്. പക്ഷേ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ആളില്ലെന്നതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ CPI പ്രസിഡന്റാണ് ഇപ്പോൾ പഞ്ചായത്തിലുള്ളത്. CPM അവരും തമ്മിലാണ് LDF എന്നുള്ള ലെവലിൽ. പക്ഷേ LDFിൽ നിന്ന് CPI വിട്ടു നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൽ എഫർട്ട് ഇടാത്തത്. കാരണം അവർ തമ്മിലുള്ള തർക്കങ്ങളായിരിക്കാം ഈ റോഡ് പൂർത്തീകരിക്കാത്തതിന് കാരണമാവാൻ എനിക്ക് സാധ്യത തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന് ഈ 2 സൈഡിലുള്ള ആൾക്കാർ ഈ റോഡ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കാരണം കാലത്ത് നേരത്തെ അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല. ഫുള്ള് ബ്ലോക്കാണ്. ടൗണിൽ ചെന്ന പോലത്തെ ബ്ലോക്കാണ് ഈ ചെറിയ റോട്ടിൽ. കാരണം അത്രയും പേരത്തെ വാഹനങ്ങൾ ഈ വഴി കൂടെ പോണേ. മുപ്ലിയം, കൊടകര, പുതുക്കാട്, കോടാലി, വെള്ളിക്കുളങ്ങര, പാലപ്പള്ളി തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് വികസനം കൂടുതൽ ഗുണകരമാകും. സ്ഥലം വിട്ടു നൽകാൻ ജനങ്ങൾ തയ്യാറാണ്. കുണ്ടും കുഴിയും ചാടിയുള്ള ഈ കുപ്പിക്കഴുത്തിലൂടെയുള്ള യാത്രയ്ക്ക് അറുതി വരുത്തണമെന്നതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പൊ കണ്ടല്ലോ, 5 കോടി ചിലവിൽ വിശാലമായ പാലമായി. പക്ഷേ അപ്രോച്ച് റോഡ് വികസനമാണ് പ്രശ്നം. സ്ഥലം വിട്ടുകൊടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ പിന്നെയും എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയാത്തതെന്ന ചോദ്യമാണ്. നിലവിൽ ജീവൻ കയ്യിൽ പിടിച്ച് തകർന്ന റോഡ് താണ്ടി വേണം ഈ പാലത്തിലേക്ക് എത്താൻ എന്നതാണ് വാസ്തവം. ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, കേൾക്കാം. ഇവിടുന്ന് അങ്ങോട്ട് റെഡിയല്ല. മെയിൻ റോഡ് പണി റെഡിയായി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പൗണ്ട് വരെ വീതി കൂട്ടും വേണം. സ്ഥലം വിട്ടുവെക്കാൻ എല്ലാവരും തയ്യാറാണ്. പിന്നെ അവർ ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നു? ഈ റോഡ് വളരെ മോശമായൊരവസ്ഥയിലാണ്. കുണ്ടും കുഴിയും 2 വീലറുകാർക്കാണെങ്കിലും സ്കൂൾ ബസ്സുകാരാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ബാക്ക് എടുത്ത് വേണം പോകാൻ. ബാക്കി റോഡ് തന്നായതുകൊണ്ട് കാര്യമില്ല. ഇവിടെ വീതി വെച്ച് റോഡ് ബസ് പോകാമെന്നാണ് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങോട്ടുള്ള 700 മീറ്റർ റോഡ് പൗണ്ട് വേലുപ്പാടം എന്ന് പറഞ്ഞ വരന്തരപ്പള്ളി സെക്ഷനിലേക്കുള്ള വഴി വീതി കൂട്ടാതെ സ്ഥലം കൊടുക്കാൻ ഇവിടെ എല്ലാ ആൾക്കാരും തയ്യാറാണ്. ഇത് പണിത് 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ കൊല്ലം അപ്രോച്ച് റോഡ് ഉണ്ടായത്. ഇത് പഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ ഈ ജനങ്ങളുടെ യാതൊരു സഹകരണക്കുറവ് കൊണ്ടുമല്ല ഈ വഴി നന്നാവാത്തത്.